നിങ്ങൾ കണ്ട രണ്ട് രംഗം, ഒന്നാമത്തെ അസുര ചക്രവർത്തിയായ ദാരികൻ്റെ ദുർഭരണം, അതായത് എല്ലാവരെയും ഉപദ്രവിക്കുന്ന രീതിയിലാണ് ചിട്ടയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം കാളി വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയം ജനിക്കുന്ന രീതിയിൽ ഉള്ള പുറപ്പാടായിരുന്നല്ലോ. അതെന്തുകൊണ്ടാണ്? അധർമ്മം എവിടെയാണ്, അല്ലെങ്കിൽ ദാരികൻ എവിടെയാണ്? ദാരികൻ എന്ന് പറഞ്ഞാൽ അധർമ്മത്തിൻ്റെ പ്രതീകം. അത് എവിടെയാണെന്നുള്ള അന്വേഷണത്തിലാണ് നിങ്ങളുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായ അധർമ്മങ്ങളെ കളഞ്ഞ് ധർമ്മത്തിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു ഇവിടെ കാളിപുറപ്പാട് കഴിഞ്ഞ രംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളെ ഭയപ്പെടുത്താനല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള അധർമ്മത്തെ നീക്കി ധർമ്മത്തെ പ്രദാനം ചെയ്യുകയാണ് എൻ്റെ ചടങ്ങ്. അടുത്തത് കൂളി എന്ന കഥാപാത്രമാണ്. മുടിയിലെ ഏക ഹാസ്യ കഥാപാത്രവും കൂളിയാണ്. പ്രേക്ഷകരെല്ലാം മക്കളായിട്ടാണ് കൂളി കണക്കാക്കുന്നത്. കുട്ടികളെ എടുക്കുക, പാല് കൊടുക്കുക, മുറ്റടിപ്പിക്കുക, അങ്ങനെയുള്ള പല വിക്രിയകളുമാണ് കൂളിയിലൂടെ കാണിക്കുന്നത്. എന്നാൽ ദാരികൻ്റെ ദുർഭരണത്തിൽ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടുന്ന യാതനകളെയാണ് അതിൽ കൂടെ ചിത്രീകരിക്കുന്നത്.